പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. മനസ്സിലായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ പഞ്ചാക്ഷരി ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
എല്ലാവരും നമ്മളുടെ നവഗ്രഹ ശാന്തി ഹോമങ്ങളുടെ കേന്ദ്രഭാവത്തിൽ ശരീരം സാക്ഷാൽ സൂര്യൻ്റെ ആദിത്യ ഭഗവാന്റെ നാമാർച്ചന ചെയ്യുന്ന സമയത്ത് ഓരോ നാമങ്ങൾ ചൊല്ലി നിർത്തുമ്പോഴും എല്ലാവരും വിളിച്ച് ഓം ആദിത്യായ നമഃ എന്ന നാമം കേട്ടിട്ടുണ്ട് കേട്ടോ. ഓം ആദിത്യായ നമഃ. 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 ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ജപാകുസുമസംകാശം കാശ്യപേയം മഹാദ്വിതിം ധാമോഘ്നം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഓം ആദിത്യായ നമഃ. ഓം അരുണായ നമഃ. എല്ലാവർക്കും ആദിത്യായ നമഃ എന്ന നാമം ഏറ്റുചൊല്ലിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓം ആദിത്യായ നമഃ. ഓം ശരണ്യായ നമഃ. ഓം കരുണാരസസിന്ധവേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ദിവാകരായ നമഃ. ഓം അസമാനതലായ നമഃ. ഓം ആർത്തരക്ഷകായ നമഃ. ഓം ആദിഭൂതായ നമഃ. ഓം അഖിലാഗമവേദിനേ നമഃ. ഓം അച്യുതായ നമഃ. വിശ്വരൂപായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം വിദ്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ഇന്ദ്രായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഇന്ദിരാമന്ദിരാപ്തായ നമഃ. ഓം വന്ദനീയായ നമഃ. ഓം
ഓം സുപ്രസന്നായ നമഃ. ഓം സുശീലായ നമഃ. ഓം സുവർച്ചസേ നമഃ. ഓം വസുപ്രദായ നമഃ. ഓം വസവേ നമഃ. ഓം വാസുദേവായ നമഃ. ഓം ജ്വലായ നമഃ. ഓം ഉഗ്രരൂപായ നമഃ. ഓം ഊർധ്വകായ നമഃ. ഓം വിവസ്വതേ നമഃ. ഓം ദ്യുത്കിരണജാലായ നമഃ. ഓം ഋഷികേശായ നമഃ. ഓം ഊർജസ്വലായ നമഃ. ഓം വീരായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ഋഷിവന്ദ്യായ നമഃ. ഓം രുദ്ധ്രേ നമഃ. ഓം വൃക്ഷചക്രപരായ നമഃ. ഓം നിത്യസ്തുത്യായ നമഃ. ഓം മൃഗാരമാതൃകാവർണ്ണരൂപായ നമഃ. ഓം ഉജ്ജ്വലതേജസേ നമഃ. ഓം രക്ഷാദിനാഥമിത്രായ നമഃ. ഓം പുഷ്കരാക്ഷായ നമഃ. ഓം ലുപ്തദന്തായ നമഃ. ഓം ശാന്തായ നമഃ. ഓം കാന്തികായ നമഃ. ഓം ഘനായ നമഃ. ഓം കനകഭൂഷണായ നമഃ. ഓം ധതോദ്യായ നമഃ. ഓം ഗീതാഖിലദയ്യായ നമഃ. ഓം സത്യാനന്ദസ്വരൂപിണേ നമഃ. ഓം സത്യാനന്ദസ്വരൂപിണേ നമഃ. ഓം സത്യാനന്ദസ്വരൂപിണേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ആദിത്യായ നമഃ. എല്ലാവരും വരുന്ന ചന്ദ്രദേവനെ
ആകാശത്തിൽ പൂർണ്ണാകാരത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഐശ്വര്യം വിതറുവാൻ കഴിവുള്ള മനോമാതൃകാരകനായിട്ടുള്ള മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ആ ചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം സോമായ നമഃ എന്ന നാമം ഏറ്റുചൊല്ലുക കേട്ടോ. ഓം സോമായ നമഃ. ഓം സോമായ നമഃ. ഓം സോമായ നമഃ. ഓം സോമായ നമഃ. ഓം ദതിശംഖതുഷാരാം ക്ഷീരോധാർണവസംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. ഓം ശ്രീമതേ നമഃ. ഓം ശശധരായ നമഃ. ഓം ചന്ദ്രായ നമഃ. ഓം താരാധീശായ നമഃ. ഓം സുധാനിധയേ നമഃ. ഓം സദാരാധ്യായ നമഃ. ഓം സത്പൂജ്യായ നമഃ. ഓം ജിതേന്ദ്രിയായ നമഃ. ഓം ജയോദ്ഭൂതായ നമഃ. ഓം ജ്യോതിശ്ചക്രപ്രവർത്തകായ നമഃ. ഓം ജയോദ്യോഗായ നമഃ. ഓം വീരായ നമഃ. ഓം വിശ്വേശ്വരായ നമഃ. ഓം വിദുഷാം പദയേ നമഃ. ഓം ദോഷാകരായ നമഃ. ഓം ദുഷ്ടദൂരായ നമഃ. ഓം പുഷ്ടിമതേ നമഃ. ഓം ശിഷ്ടപാലകായ നമഃ. ഓം അഷ്ടമൂർത്തിപ്രദായ നമഃ. ഓം അനന്തായ നമഃ. ഓം കഷ്ടകാരുകുഠാരകായ നമഃ. ഓം സ്വപ്രകാശായ നമഃ. ഓം പ്രകാശാത്മനേ നമഃ. ഓം ദ്വിജരായ നമഃ. ഓം ദേവഭോജനായ നമഃ. ഓം കലാധരായ നമഃ. ഓം കാലഹേതവേ നമഃ. ഓം കാമകൃതേ
ഋതുസംഹാരകായ നമഃ. ധൂമമർത്യായ നമഃ. നിത്യാനുഷ്ഠാനദായകായ നമഃ. ഓം ക്ഷപാകരായ നമഃ. ഓം ക്ഷീണപാപായ നമഃ. ഓം ക്ഷയവൃദ്ധിസമന്വിതായ നമഃ. ഓം ജൈവാമൃതാകായ നമഃ. ഓം ശുചയേ നമഃ. ഓം ശുഭായ നമഃ. ഓം ജൈനേ നമഃ. ഓം ജയഫലപ്രദായ നമഃ. ഓം സുധാമയായ നമഃ. ഓം സുരസ്വാമിനേ നമഃ. ഓം ഭക്താനാമിഷ്ടദായകായ നമഃ. ഓം മുക്തിദായ നമഃ. ഓം മുക്തിദായ നമഃ. ഓം ഭദ്രായ നമഃ. ഓം ഭക്തദാരിദ്ര്യഭഞ്ജനായ നമഃ. ഓം സാമഗാനപ്രിയായ നമഃ. ഓം സർവരക്ഷകായ നമഃ. ഓം സാഗരോദ്ഭവായ നമഃ. സോമായ നമഃ. ഓം സോമായ നമഃ. ഓം സോമായ നമഃ. മനസ്സിൽ ചൊവ്വ കുജൻ എന്നൊരു ഗ്രഹത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. കുജദോഷാധിക്യങ്ങളുടെ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രധാന ദോഷമാണ് പരസ്പര കലഹങ്ങളില്ല. ഒരാളെ പരസ്പരം ഇഷ്ടാവസ്ഥയില്ല. ചിലപ്പോൾ നമ്മളുടെ നക്ഷത്രവശാല കുജൻ എന്ന് പറയുന്ന ഗ്രഹം അരിഷ്ടസ്ഥാനങ്ങളാണ് സഞ്ചരിക്കുന്നെങ്കിൽ എത്ര പ്രിയപ്പെട്ടവർക്കാണെങ്കിലും നമ്മൾ ശുഭകാര്യങ്ങൾ പറഞ്ഞാൽ അത് വിപരീതമായിട്ട് തോന്നും. നമ്മുടെ കുടുംബം നമ്മളറിയാതെ ചില ദിവസങ്ങളിലൊക്കെ പറയുന്ന അതേ കാര്യം തന്നെ വേറൊരു ദിവസം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുക. കുട്ടികളായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, പരസ്പരം അനാവശ്യ കലഹാദികൾ അവരുടെ പ്രധാന കാര്യമാണ് ഈ ചുവി എന്ന് പറയുക. അത് ഒരു മാസത്തിന് 2-4 പ്രാവശ്യം ചില മാസങ്ങൾക്ക് മാറും. ചിലപ്പോൾ 12 ദിവസം ചുരുങ്ങി മാറും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഒരു മാറ്റം വരുന്ന ദിവസം തൊട്ട് അത് തിരിച്ച് ശുഭസ്ഥാനത്തേക്ക് മാറുന്നത് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കലഹാണ്. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് എല്ലാവരും അറിയുന്ന അങ്കാരകായ നമഃ എന്ന ഓം അങ്കാരകായ നമഃ. ഓം അങ്കാരകായ നമഃ. ഓം അങ്കാരകായ നമഃ. കരണീഗർഭസംഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കൗമാരം ശക്തിഹസ്തം തം മംഗളം
പ്രണമാമ്യഹം. ഓം താരകായ നമഃ. ഓം മഹീസുതായ നമഃ. ഓം മഹാഭാഗായ നമഃ. ഓം മംഗളായ നമഃ. ഓം മംഗളപ്രദായ നമഃ. ഓം മഹാവീരായ നമഃ. ഓം മഹാശൂരായ നമഃ. ഓം മഹാരൗദ്രായ നമഃ. ഓം മഹാബലപരാക്രമായ നമഃ. ഓം മഹാഭദ്രായ നമഃ. ഓം മാധവീയായ നമഃ. ഓം ദയാകരായ നമഃ. ഓം മാനദായ നമഃ. ഓം അവർണവായ നമഃ. ഓം ക്രൂരായ നമഃ. ഓം താപത്രയവർജിതായ നമഃ. ഓം സുപ്രദീപായ നമഃ. ഓം സുതാമ്രാക്ഷായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുഖപ്രദായ നമഃ. ഓം വക്രസ്തംഭാദിഗമനായ നമഃ. ഓം വരേണ്യായ നമഃ. ഓം വരദായ നമഃ. ഓം സുഖിനേ നമഃ. ഓം വീരഭദ്രായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം വിദൂരസ്ഥായ നമഃ. ഓം വിഭാവസവേ നമഃ. ഓം നക്ഷത്രചക്രസഞ്ചാരിണേ നമഃ. ഓം ക്ഷത്രപായ നമഃ. ഓം ക്ഷാത്രവർജിതായ നമഃ. ഓം ക്ഷയവൃത്തിവിനിർമുക്തായ നമഃ. ഓം ക്ഷമായുക്തായ നമഃ. ഓം വിചക്ഷണായ നമഃ. ഓം അക്ഷീണഫലദായ നമഃ. ഓം ചതുർവർഗബലപ്രദായ നമഃ. ഓം വീതരാഗായ നമഃ. ഓം വീതഭയായ നമഃ. ഓം വിജ്വരായ നമഃ. ഓം വിശ്വകാരണായ നമഃ. ഓം നക്ഷത്രരാശി സഞ്ചാരിണേ
ഓം നാനാഭയ നികൃന്ദായ നമഃ. ഓം വന്ദാരുജന മന്ദാരായ നമഃ. ഓം കമനീയായ നമഃ. ഓം ദയാസാരായ നമഃ. ഓം കനകഭൂഷണായ നമഃ. ഓം ഭയാഗ്നായ നമഃ. ഓം ഭവ്യഫലപ്രദായ നമഃ. ഓം ഭക്താഭയവരപ്രദായ നമഃ. ഓം ശത്രുഹന്ത്രേ നമഃ. ഗാരകായ നമഃ. ഓം ഗാരകായ നമഃ. ഓം ഗാരകായ നമഃ. വിദ്യാകാരകമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സ്ഥാനത്തിന്റെ സന്താനങ്ങളുടെ വിദ്യാസംബന്ധമായിട്ടുള്ള ഇഷ്ടതകളൊക്കെ മാറാൻ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ വരുന്ന ഇഷ്ടതകളെ മാറാൻ ബുദ്ധനെ പ്രാർത്ഥിച്ചു കൊടുത്ത ഒരു ഗുഹായ ബുദ്ധായ നമഃ. ഓം ബുദ്ധായ നമഃ. ബുദ്ധായ നമഃ. ഓം ബുദ്ധായ നമഃ. പ്രിയങ്കുകലികാശ്യാം രൂപേണ പ്രതിമം ബുദ്ധം സൗമ്യം സൗമ്യഗുണോപേതം ബുദ്ധം പ്രണമാമ്യഹം. ഓം ബുദ്ധായ നമഃ. ഓം ബുദ്ധായ നമഃ. ഓം ഉദാചിതായ നമഃ. ഓം സൗമ്യായ നമഃ. ഓം സൗമ്യചിത്തായ നമഃ. ഓം ശുഭപ്രദായ നമഃ. ഓം ദൃഢപ്രദായ നമഃ. ഓം ശ്രുതിജാലപ്രബോധായ നമഃ. ഓം സത്യാസായ നമഃ. ഓം സത്യവചസേ നമഃ. ഓം ശ്രേയസാംപതയേ നമഃ. ഓം അവ്യയായ നമഃ. ഓം സോമജായ നമഃ. ഓം സുഖദായ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം സോമാംശപ്രദീപായ നമഃ. ഓം വേദവിദേ നമഃ. ഓം
വേദതത്വജ്ഞായ നമഃ ഓം വേദാന്തജ്ഞാനഭാസ്കരായ ഓം വിദ്യാവിലക്ഷണായ നമഃ ഓം വിദുഷേ നമഃ വിദ്വത്പ്രീതികരായ നമഃ ഓം ഋജവേ നമഃ ഓം വിശ്വാനുകൂലസഞ്ചാരായ നമഃ ഓം വിശേഷവിനയാന്വിതായ നമഃ ഓം വിവിധാംഗസാരജ്ഞായ നമഃ ഓം വീര്യവതേ നമഃ ഓം വിഗതജ്വരായ നമഃ ഓം ത്രിവർഗഫലപ്രദായ നമഃ ഓം അനന്തായ നമഃ ഓം ത്രിദശാധിപ പൂജിതായ നമഃ ഓം ബുദ്ധിമതേ നമഃ ഓം ബഹുശാസ്ത്രജ്ഞായ നമഃ ഓം ബലിനേ നമഃ ഓം ബദ്ധവിമോചനായ നമഃ ഓം വക്രാദിവക്രദമനായ നമഃ ഓം വാസവായ നമഃ ഓം വസുധാധിപായ നമഃ ഓം പ്രസന്നവദനായ നമഃ ഓം വൈദ്യായ നമഃ ഓം വരേണ്യായ നമഃ ഓം വാക്വിലക്ഷണായ നമഃ ഓം പ്രസന്നവദനായ നമഃ ഓം സത്യവതേ നമഃ ഓം സർവരോഗപ്രശമനായ നമഃ ഓം സർവവൃത്തിനിവാരകായ നമഃ ഓം വാണിജ്യനിപുണായ നമഃ ഓം വശ്യായ നമഃ ഓം ബുധായ നമഃ ഓം ബുധായ നമഃ ഓം ബുധായ നമഃ ഓം ബുധായ നമഃ ബൃഹസ്പതി സാക്ഷാൽ ഗുരു വ്യാഴം നിത്യമായ ജീവിതത്തിൽ ഈശ്വരാധീനം എന്ന് പറയുന്ന പ്രധാന ഭാഗം സർവപുരുഷാധിക്യങ്ങൾ നിലനിർത്തുവാനായിട്ട് ഗുരുവായൂരപ്പന്റെ സാക്ഷാത് മഹാവിഷ്ണു ഭഗവാന്റെ അടുത്ത് അത് പ്രദാനം ചെയ്യുന്ന ആളിനെ ബന്ധപ്പെട്ട് വ്യാഴം പറഞ്ഞാൽ പിന്നെ ആർക്കും ചെയ്യാൻ കഴിയും അതൊക്കെ കഴിയുള്ളൂ ആദിത്യ വിഷ്ണു ഭഗവാനായി ചിന്തിക്കുക വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക എന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ നാടകങ്ങൾ ഗുരുവായൂരപ്പനായി ആവിഷ്ണു ഭഗവാനായി ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പറയുക ഓം
ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം നമാമി ബൃഹസ്പതി. ഓം ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ഗുരവേ നമഃ. ഓം ഗുണാകരായ നമഃ. ഓം ഗോത്രേ നമഃ. ഓം ഗോചരായ നമഃ. ഓം ഗോപതീപ്രിയായ നമഃ. ഓം ഗുണിനേ നമഃ. ഓം ഗുണപദാം ശ്രേഷ്ഠായ നമഃ. ഓം ഗുരുണാം ഗുരവേ നമഃ. ഓം അവ്യയായ നമഃ. ഓം ജൈത്രേ നമഃ. ഓം ജയന്തായ നമഃ. ഓം ജീവായ നമഃ. ഓം അനന്തായ നമഃ. ഓം ജയവാഹായ നമഃ. ഓം അംഗിരസായ നമഃ. ഓം അർദ്ധരാസക്തായ നമഃ. ഓം വിവിക്തായ നമഃ. ഓം വാചസ്പതയേ നമഃ. ഓം വശിനേ നമഃ. ഓം വശ്യായ നമഃ. ഓം വരിഷ്ഠായ നമഃ. ഓം ചിത്തശുദ്ധികരായ നമഃ. ഓം ശ്രീമതേ നമഃ. ഓം ചൈത്രായ നമഃ. ഓം ചിത്രശിഖണ്ഡിജായ നമഃ. ഓം അഭീഷ്ടദായ നമഃ. ഓം സുരാശ്രയായ നമഃ. ഓം സുരാരാധ്യായ നമഃ. ഓം സുരകാര്യകൃതോദ്യമായ നമഃ. ഓം ഗീർവാണഘോഷകായ നമഃ. ഓം ധന്യായ നമഃ. ഓം ഈശ്വതയേ നമഃ. ഓം ഗിരീശായ നമഃ. ഓം അനഘായ നമഃ.
പൂജിതായ നമഃ ഓം ദേവപൂജിതായ നമഃ ഓം ധനുർധരായ നമഃ ഓം ദൈത്യഹന്ത്രേ നമഃ ഓം ദയാസാരായ നമഃ ഓം ദയാകരായ നമഃ ഓം ദാരിദ്ര്യനാശനായ നമഃ ഓം ധന്യായ നമഃ ഓം ദക്ഷിണായന സംഭവായ നമഃ ഓം ബൃഹസ്പതയേ നമഃ ഓം ബൃഹസ്പതയേ നമഃ ഓം ബൃഹസ്പതയേ നമഃ ഓം ബൃഹസ്പതയേ നമഃ. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനായ ഗുരുവായൂരപ്പനെ നമ്മുടെ പണ്ടുള്ള അതേ ആഗ്രഹത്തെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് നാമാർച്ചന ചെയ്യുക. ആ നാമം കേൾക്കുന്ന വീടുകളിലുള്ള കുട്ടികളൊന്നും വഴിതെറ്റിയിട്ടില്ല. നന്നാവുക, ഓരോ പൊസിഷനിൽ ഒരു മനുഷ്യനെത്തുക എന്നുള്ളതൊക്കെ ഈശ്വരൻ വെച്ച്, മറിച്ച് വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നന്നായി നിൽക്കുക. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡോക്ടറാണെന്ന് വെച്ചിട്ടില്ല, എല്ലാവർക്കും എഞ്ചിനീയറാണെന്ന് വെച്ചിട്ടില്ല. നമ്മൾ ഏതാണോ ചെയ്ത് വെച്ചിട്ടില്ല അതിലൊന്ന് അതിലൊന്ന് ആ പഴയ കാലത്ത് ഏറ്റവും നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു നാമം. വൈകിട്ട് സന്ധ്യാസമയത്ത് എത്തിച്ചേർന്ന് നാമജപം. നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ എടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കും. കുട്ടികളെ എങ്ങനെ നേരെയാക്കാം, കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്ന പോലെ നേരെ വഴിക്ക് കൊണ്ടുവരാം. ഇതൊക്കെ പല ആൾക്കാർ പല തരത്തിൽ പറയുന്നു. പക്ഷെ ഇതൊന്നും വേണ്ട. പഴയ കാലത്തുള്ള ഒരു നാമം മാത്രം നമ്മൾ ദിവസവും വീട്ടിൽ ചെയ്യാം. കുട്ടികളിലല്ല, എല്ലാവർക്കും ജീവിതത്തിൽ ലക്ഷ്യമാണ്. നമ്മുടെ മനസ്സ് പാഞ്ഞു വേറെ വഴിക്കൊക്കെ പോകുമ്പോൾ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ഭാഗവതത്തിൽ പറയുന്ന ആദ്യത്തെ വിഷ്ണു സ്തുതിയാണ് കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാതെ. കരളിൽ മനസ്സിൽ വിവേകമില്ലാതെ നല്ലത് ചിന്തിക്കാതെ അരനിമിഷം പോലും കളയരുതാണ്. എത്രയോ കാലം മുമ്പേ പറഞ്ഞിരിക്കുന്ന. ഇപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകാർ പറയും രാവിലെ ഉറങ്ങുന്ന നിങ്ങൾ ഒരു നിമിഷം കളയരുത്, അങ്ങനെ ചെയ്തൊക്കെ എന്നോ പാടിയിരുന്നു. നമ്മുടെ കുട്ടികളെ മലയാളത്തിലുള്ള പാട്ട് കേട്ടാൽ മതി, ആ നാമം കേട്ടാൽ മതി. നമ്മളുടെ കുടുംബങ്ങളിൽ അതാണ് വ്യത്യാസം. അപ്പൊ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ആ മനസ്സിൽ ധൈര്യം ഉണ്ടാവാൻ, നല്ല ബുദ്ധി ഉണ്ടാവാൻ, നമുക്കൊന്ന് എല്ലാവരും ഒരുമിച്ച് ആ നാരായണ നാമം ചോദിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ മനസ്സിലെ മറ്റ് ചിന്തകളൊക്കെ വെടിഞ്ഞ് ഭഗവാനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നാം ചൊല്ലിക്കണം കേട്ടോ. അടുത്ത 4 വരികൾ ചൊല്ലി നിർത്തുമ്പോൾ എല്ലാവരും ചൊല്ലണം. അതിനുശേഷം വരുന്ന വരികളിൽ ഞാൻ ചൊല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കിടക്കുക. എന്നിട്ട് എവിടെ നിന്നാണെങ്കിലും ആ ഒരു പുസ്തകം വാങ്ങിച്ച് വൈകുന്നേരങ്ങളിൽ ഇതുപോലത്തെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വിളിച്ചെത്തി ആ നാമം ചൊല്ലിക്കുക. അവർ വേറെ എവിടെയാണ് പോകുന്നില്ല. അവർ നാളെ ആരാകുന്നുവോ ആ ആയിട്ടുള്ള പൊസിഷനിൽ അവരായിരിക്കും അവർക്ക് വരുന്നത്. എല്ലാവരും ഒരേ പൊസിഷനിൽ എത്തുമെന്നല്ല, നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അതിൽ അവരായിരിക്കും. സാധാരണ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ അതിന് ആഗ്രഹമില്ല. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ നാമം എല്ലാവരും ആദ്യത്തെ 4 വരികൾ വിളിച്ച് നിർത്തുമ്പോൾ നാരായണ ജയ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ
നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധകളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവസതതം നാരായണ ജയ 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 കാണുന്നു ചില പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ നാരായണ ജയ 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 കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലുമെഴുതായി വരുമീ വിഷയസുഖം ബദ നാരായണ ജയ 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 കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ നാരായണ ജയ 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 ജയ നാരായണ ജയ നാരായണ
ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. വിഷ്ണു ഭഗവാന്റെ സ്തുതി ഭാഗവതത്തിലുള്ളതാണ്. ഭാഗവതം തുടങ്ങുമ്പോൾ വിഷ്ണു സ്തുതിയിൽ പറയുന്നതാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് ചൊല്ലാൻ കുറേ സമയം വേണം. ഇത് മാത്രം വരുന്നുണ്ട് ഒരു മനുഷ്യ ജീവിതം എങ്ങനെയാണെന്ന് വേറെ എവിടെയും വരുന്ന ജീവിതമാണ്. ഓരോന്നിലേക്ക് കടന്നത്. ഇതിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറേ ആൾക്കാർ പറയുന്നത് 2024 ഒരു 100 വർഷം കഴിഞ്ഞുള്ള അവസ്ഥയിൽ നമ്മൾ പഠിക്കുന്ന ആരും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അത് യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നിത് പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാൻ ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാടാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഗാന്ധിയിൽ ഒരു നൂറ്റാണ്ടിനകത്ത് ഇല്ലതിനെ കാണാം. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ തീരുന്നു എത്രയോ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സഞ്ചാരം മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ നിത്യമായ ജീവിതത്തിൽ നിത്യമായ ദേഷ്യങ്ങൾ നിത്യമായ സങ്കടങ്ങൾ മാറ്റുവാൻ സാധിക്കും. ശരിയല്ലോ എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഇടകലർന്നിട്ടുള്ളതാണ് എന്നാണ് അതിലൊരു വലിയ പറയുന്നത്. സുഖമൊഴിഞ്ഞൊരു ദുഃഖം ഉണ്ടാവില്ല, ദുഃഖമൊഴിഞ്ഞൊരു സുഖം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യന് ബേസിക്കായിട്ടുള്ള മനുഷ്യന്റെ ഭാവം ഉണ്ടാകുന്ന അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കണ്ണീര്. നല്ല സങ്കടം വന്നാലും കണ്ണീര് വരും, നല്ല സന്തോഷം. അതെവിടെ നിന്ന് വരുന്നത്? ബേസിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് വരുമ്പോഴും ദുഃഖിക്കാനാണ് പഠിച്ചിരിക്കുന്നത്. അതാണ് മനുഷ്യൻ. മനുഷ്യൻ എങ്ങനത്തെ ആ ഒരു രീതിയിൽ ജനിച്ച് മരിക്കണം എന്ന് ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള മാത്രം പറയാം. എത്ര സന്തോഷം വന്നാലും നമ്മൾ വിചാരിക്കും ഇനി എവിടെയും ഒരു ദുഃഖം ഉണ്ടല്ലോ, എന്തൊരു കുഴപ്പം വരാമെന്ന്. ഈ വീടുകളൊക്കെ പഴയ ആൾക്കാർ പറയും, നന്നായി ചെയ്യുന്ന ദിവസം പറയും ഇന്നെന്തോ കരയാനൊരു സാധ്യതയുണ്ടോ. അങ്ങനെ കാലം അതൊക്കെ കൃത്യമാണ്. അത് വരാനിരിക്കുന്നുണ്ട്. അതിനോടെയായിട്ട് നമുക്ക് കുറച്ച് സന്തോഷം ഭഗവാൻ തന്നിട്ട് വലിയ ദുഃഖം തരും. ആ ദുഃഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ഈക്വലായിട്ട് നമ്മൾ എടുക്കാൻ നമുക്ക് മാനസികമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മുടെ മൈൻഡിൽ ചാർജിക്കൊണ്ടിരിക്കും. ആ ചാർജിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് നവഗ്രഹ ശാന്തി. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില കാര്യങ്ങൾ എത്ര നന്നായി പഠിച്ചു പോയാലും ചില പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കിട്ടില്ല. ആ 2 മണിക്കൂറായിട്ട് ഒരു എക്സാം കഴിക്കില്ല. നമ്മുടെ മക്കളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചു എടുത്തിട്ട് എക്സാമിന് പോയി നിൽക്കുക. 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 100 പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ പരീക്ഷയ്ക്ക് ഹാളിലേക്ക് കയറുന്ന 2 മണിക്കൂറാണ്. തിരിച്ചു പുറത്തേക്ക് കിടക്കും, അയ്യോ എനിക്കിത് കിട്ടുമായിരുന്നു, ഞാൻ എഴുതാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പഠിക്കാതെ കൊടുക്കുന്നല്ലാതെ അതിനർത്ഥം മറിച്ച് പഠിച്ചാലും പഠിച്ചിട്ടെങ്കിലും ഞങ്ങളുടെ കൂടെ വേണ്ടത് ഈശ്വരാണ്. അവിടെ പോയി ആ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ദിവസത്തിൽ ആ മറന്നുപോയ വ്യക്തിയുടെ ബുധൻ, വ്യാഴം, ശനി ഇതൊക്കെ ദോഷസ്ഥാനങ്ങൾ ദുഃഖമാണ്. തീർച്ചയായിട്ടും അയാളെ സ്വാധീനിക്കും. അയാൾ മനസ്സിലേക്ക് ആ പഠിച്ച കാര്യങ്ങൾ ആ സമയത്ത് കൊണ്ടിരിക്കുക. വേണ്ടാത്ത ചിന്തകൾ സുരക്ഷിതമാക്കുക, മനസ്സിൽ വേണ്ടാത്ത ആലോചനകൾ വരിക. അവിടെ അത്തരം അന്തരീക്ഷം വരിക. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരാൾക്ക് പ്രശ്നം കണ്ടിരിക്കാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുഴപ്പം നടക്കണം. നമുക്ക് നമ്മുടെ മൈൻഡ് മാനസികമായിട്ട് നല്ല ധൈര്യത്തിലോ വന്നിട്ടുണ്ടെല്ലാം കൃത്യമായി ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന മാർഗത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലും അത് നമ്മളെ ഇൻഫ്ലുവൻസ് സ്വാധീനിക്കും. അതുകൊണ്ടാണ് പറയാൻ നമുക്ക് മാർഗം ഒരുക്കേണ്ടത് അദൃശ്യമായിട്ടുള്ള ആ ശക്തിയാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഈ നവഗ്രഹങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ ഇല്ലാന്നല്ല. പക്ഷെ അവിടെ നമുക്ക് ഒരു വല വെച്ച് പ്രാർത്ഥിച്ചു വരാനും ഇവിടെ നമ്മൾ ഈ 9 ഗ്രഹങ്ങളെയും പ്രത്യേകമായിട്ട് പൂജിച്ച് അവർക്ക് ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമവും ചെയ്യുക, പൂജയും ചെയ്യുക, നാമാർച്ചനയും ചെയ്യുക. ആ സമയത്ത് നമ്മളിലേക്ക് ആ നെഗറ്റീവായിട്ട് വരുന്ന ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളെ ആ ഭഗവാൻ തന്നെ വിശ്വസിക്കുന്നു. പഴയ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിൽ പറയുന്നത് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നു അതിന് പ്രകൃതി അവസരം എടുക്കും എന്നിപ്പോ പറയുന്നത്. ഇത് എത്രയോ കാലം മുമ്പ് പറഞ്ഞത് ഈ നവഗ്രഹങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സ്ഥലമാണെങ്കിൽ ആ വഴിക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് വെറുതെ നമ്മുടെ മൈൻഡിൽ തോന്നും ഇന്ന് അങ്ങനെ പോകും.
നമുക്ക് സ്വാധീനക്കുറവുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളൊക്കെ ദോഷസ്ഥാനം നോക്കുകയാണെങ്കിലും അപകടം നടക്കുന്ന വഴിക്ക് പോകാനാണ് നമുക്ക് തോന്നുന്നത്. എവിടെയാണോ കുഴപ്പം അവിടേക്ക് എത്തിപ്പെടാൻ ഇത് നമ്മളെ അജ്ഞാതമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആ ശക്തിക്ക് നമ്മൾ പിടിക്കുന്ന പേരാണ് നവഗ്രഹങ്ങൾ. ഈ ജാഗ്രത തുടച്ചാൽ കൂടിയാണ് കാരണം അത് ജനിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഓഗസ്റ്റ് 28 ജനിക്കും, അല്ലെ ഓഗസ്റ്റ് 28 കുട്ടിയുടെ ഡെലിവറി പോയിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മുമ്പായിരിക്കാം, ചിലപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് ജനിക്കുന്നവരായിരിക്കും. അവർ പഠിച്ച സയൻസ് അത് വേറെ കഴിക്കും. പക്ഷെ അടുത്തിരിക്കുന്ന വ്യക്തി എപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വരണമെന്ന് ആ പരമ്പരകളായിരിക്കുന്ന ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അന്തരീക്ഷത്തിൽ നവഗ്രഹങ്ങൾ എപ്രകാരം എവിടെയാണ് നിൽക്കുന്നത് അത് അയാളെ സ്വാധീനിക്കും. അതിനാണ് ഇവിടെ നമ്മൾ പറയുന്നത് കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം. കഴിഞ്ഞ ജന്മത്തില് നമ്മൾ കീഴിൽ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ശുഭാശുഭ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ മേലിൽ സുഖ ദുഃഖത്തിന്റെ കാരണം. അതിന്റെ കാരണമാണ് ഈ ജന്മത്തിലുള്ള സുഖത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. എത്രയോ കാരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദിവസവും കഴിയുമെങ്കിൽ ഇത് വായിക്കും. നിങ്ങളുടെ മൈൻഡ് കുട്ടികളെ പഠിക്കും. കുട്ടികൾ വെറുതെ 4 ദിവസം എനിക്ക് വായിക്കും. മലയാളം അനുഭവം പോയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ മാനസികമായി മാറ്റം വരുന്നത്. അപ്പൊ ആ മേലിൽ എവിടേക്കോ സുഖവും ദുഃഖവും ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ കീഴിൽ എന്തൊക്കെയോ അശുഭകർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ കർമ്മഫലമാണ് എനിക്ക് വരുന്നത്. അപ്പൊ അറിയാം അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ കർമ്മങ്ങളെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നവഗ്രഹങ്ങളെ സ്വാധീനിക്കുക. അവരെ നമ്മൾ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കും, വിശേഷം അർത്ഥിക്കുന്നു, ചോദിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ നമ്മളവർക്ക് പ്രാർത്ഥിക്കുകയാണ്. അവരെ മറന്നു വരുന്ന സമയത്ത് അതിന്റെ ദോഷാധികം എനിക്ക് ബാധിക്കാം. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ വിഷ്ണു ഭഗവാൻ പറയുമ്പോൾ സർവേശ്വരാം വിഷണേ അസ്ഥി നിത്യം സാന്നിധ്യം അസ്മാദിച്ചാണ് എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹത്തിലും യാതൊരു പ്രസംഗിച്ചാൽ പറയും. അപ്പൊ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ആറാമത്തെ പത്രത്തിനാണെങ്കിൽ വ്യാഴത്തിലാണ് ദോഷസ്ഥാനത്താണെങ്കിൽ അത് അവരെ ഒരാൾ ബുദ്ധിമുട്ടിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുവാനുള്ള മാനസികമായിട്ടുള്ള ഉണർവ് നൽകാനായിട്ട് ഈ നവഗ്രഹ ശാന്തി ബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ മാസത്തില് 2ാമത്തെ ഞായറാഴ്ചയും 1 നടക്കുന്ന സമയത്ത് വെറുതെ ആണെങ്കിലും വന്ന് അവിടെ ഇരിക്കാറുള്ള ഭാഗ്യം നമുക്ക് തരണം. അവിടെയാണ് ആ ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മൾ വരുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ പ്രശ്നം കണ്ടാലും നമുക്കത് കുഴപ്പമില്ല, എങ്ങനെ ഉണ്ടാവും. അതൊരു യുഗമാണ്. ശുക്രൻ എന്നൊരു ഗ്രഹം അടുത്ത് നമുക്ക് ശുക്രന്റെ ഈ ശുക്രൻ ദോഷസ്ഥാനത്താണെങ്കിൽ നല്ല സ്നേഹിച്ച് നിൽക്കുന്ന ഭാര്യ ഭർത്താവായിട്ടുണ്ടോ ഒരു സംശയമില്ല. അതെന്താ കാരണം വെച്ചാൽ അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. അവരറിയാതെ ഈ ശുക്രൻ നഷ്ടപ്പെട്ടു. ഇനി 7ാം ഭാവത്തിൽ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് വിവാഹകാരന്, ഭാര്യാകാരന്, ഭർത്താവിന്റെ കാരണമായിട്ടുള്ള ശുക്രൻ അവനവന്റെ നക്ഷത്ര രാശിയുടെ 7ാം ഭാവത്ത് വന്ന ആ സ്ഥാനം തന്നെ ഇല്ലാതെ അപ്പൊ ചില ആൾക്കാർ എന്ത് പറ്റും? ആ ഒരു സങ്കടത്തെ പോയിട്ട് കെട്ടിക്കിടക്കിയിട്ട് വീടുകൊണ്ട് പോവുക. നേരെ കുറച്ച് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ചെറിയ തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ ഒരു ദിവസം കിടന്നു നിന്നിട്ട് പിറ്റേ ദിവസം നേരെ അതേ നടക്കുള്ളൂ. കാരണം അതിനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ആ ദിവസം അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എത്ര നല്ല രീതിയിലുള്ള പെരുമാറി ഭർത്താവ് മോശമായിട്ട് പെരുമാറും, ഭാര്യ മോശമായിട്ട് പെരുമാറും, അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കത് അതിങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിക്കാനുള്ള മാനസികമായിട്ടുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടുത്ത ശുക്രനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈശ്വരാധീനത്തിന് ഒരു വായുവിനായിരിക്കും, വിഷ്ണു ഭഗവാനായിരിക്കുന്ന വ്യാഴം പ്രസാദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു നാമാർച്ചന പരമാവധി നോക്കുക. അതേപോലെ തന്നെ ജ്ഞാനമാണ് അതും നമ്മൾ കിട്ടിയാൽ വാങ്ങിച്ചിട്ട് കഴിയുന്ന അത്രയും വായിക്കുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോട് 4 ദിവസം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിൽ ഗ്രഹിച്ചാൽ മതി. നമ്മുടെ ജീവിതം ധന്യമാകുന്നുണ്ട്. അപ്പൊ അടുത്തത് എല്ലാവരും അവിടെ ശുക്രൻ പ്രാർത്ഥിക്കുക. ശുക്രൻ നമ്മുടെ കുടുംബങ്ങളുടെ സന്താനത്തെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അനാവശ്യമായിട്ട് കലഹം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവ് നല്ലവരായിരിക്കും, അവർ ചിലപ്പോൾ കലഹം ഉണ്ടാക്കിയിട്ടില്ല. അന്ന് കലഹക്കാരൊക്കെ സന്താനങ്ങളാണ്, കുട്ടികളാവും. അവരായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ നീ അങ്ങനെ പറയാനില്ലേ, ഞാനിങ്ങനെ പറയാനില്ലേ. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന അത് ഭോഗ കണക്കാതി കാരണം ആഗ്രഹങ്ങൾ മക്കളുടെ ആവശ്യപ്പെടുക. അവർക്ക് അങ്ങനെയായിരിക്കും ആവശ്യപ്പെടാത്തതുകൊണ്ട് അവരുടെ ശുക്രദോഷത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ, എനിക്ക് മൊബൈൽ വേണം, എനിക്ക് വേറെ സാധനങ്ങൾ വേണം, ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ശുക്രൻ
ഏറ്റവും ശുഭകരമായിട്ടുള്ള ഗ്രഹങ്ങൾ ചെയ്യുന്ന ഐശ്വര്യം നൽകുന്ന പ്രധാനമായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ടല്ലേ ശുക്രദോഷം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ശുക്രദോഷമാണെങ്കിൽ പറഞ്ഞിട്ട് കഴിഞ്ഞ അനുഭവത്തിൽ ദോഷമില്ല. കുറേ കാലം തരും, എന്നിട്ട് അതിനാവശ്യമായിട്ട് നശിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് നമുക്ക് അത് ശുഭകരമായിട്ട് അനുകൂലമായിട്ട് വരാനായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന ഓം ശുക്രായ നമഃ എന്ന നാമം ഏറ്റു ചൊല്ലണം കേട്ടോ. ഓം ശുക്രായ നമഃ. ഓം ശുക്രായ നമഃ. ശുക്രായ നമഃ. ഓം ശുക്രായ നമഃ. ഹിമകുന്ദവ്രണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണാമ്യഹം. ഓം ശുക്രായ നമഃ. ഓം ശുചയേ നമഃ. ഓം ശുഭഗുണായ നമഃ. ഓം ശുഭദായ നമഃ. ഓം ശുഭലക്ഷണായ നമഃ. ഓം ശോഭനാക്ഷായ നമഃ. ഓം ശുഭ്രവാഹായ നമഃ. ഓം ശുദ്ധസ്ഫടികസ്വരായ നമഃ. ഓം ദീനാർത്തിഹരായ നമഃ. ഓം ദൈത്യഗുരവേ നമഃ. ഓം ദേവാഭിവന്ദിതായ നമഃ. ഓം കാമ്യാസക്തായ നമഃ. ഓം കാമപാലായ നമഃ. ഓം കവയേ നമഃ. ഓം കല്യാണദായകായ നമഃ. ഓം ഭദ്രമൂർത്തിയേ നമഃ. ഓം ഭദ്രഗുണായ നമഃ. ഓം ഭോഗദായ നമഃ. ഓം ഭുവനാധ്യക്ഷായ നമഃ. ഓം മുക്തിഫലപ്രദായ നമഃ. ഓം ചാരുശീലായ നമഃ. ഓം ചാരുരൂപായ നമഃ. ഓം ചാരുചന്ദ്രനിഭാനനായ നമഃ. ഓം നിധയേ
ഓം ഘനാധ്യക്ഷായ നമഃ. ഓം കംബുഗ്രീവായ നമഃ. ഓം കലാധരായ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശുക്രായ നമഃ. ഓം ശുക്രായ നമഃ. ശുക്രം എന്ന ഗ്രഹം ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം. സാത്വികഭാവത്തിലൂടെ ദുർഗ, അന്നപൂർണേശ്വരി, രാജരാജേശ്വരി അത്തരം ക്ഷേത്രങ്ങൾ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നാണ്. ഇവിടെ ദുർഗാ ഭഗവതിയിലേക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കെല്ലാവരും ഒരുമിച്ച് ഭഗവതിയുടെ ഒരു നാമജപം ചെയ്യാം. എല്ലാവരും ചൊല്ലണം കേട്ടോ. എല്ലാവരും ആ ഭഗവതിയെ ധ്യാനിച്ച 2 വരികൾ ഉള്ളൂ. അത് 4 വരിയായിട്ട് ഞാൻ ചൊല്ലും. ആദ്യത്തെ 4 വരികൾ. അപ്പൊ ആ 4 വരിയായിട്ട് ചൊല്ലി നിർത്തുമ്പോൾ അതേ വരികൾ എല്ലാവർക്കൊക്കെ ഏറ്റവും നമ്മുടെ ദേവി നമ്മളോട് പ്രസാദിച്ച് ആ ശുക്രൻ നമ്മുടെ കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ശാന്തിയുടെ സ്വാർത്ഥം പ്രകാരം ചെയ്യണം കേട്ടോ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. രാജരാജീവലോചനേ അമ്മേ ഗാദേവി നമോസ്തുതേ സർവ ദുഃഖഹാരിണി കൈതൊഴാ. സ്വർഗവാസിനി അംബികേ തവ പാദപദ്മമാണാശ്രയം. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. വൈഷ്ണവീ മഹാവൈഷ്ണവീ പരാശക്തിയാ ജഗദംബികേ. ഭക്തിയോടും ഭജിച്ചിടുന്നു ഞാൻ ഭക്തവത്സലേ നിത്യവും. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. ശംഖുചക്രഗദാതിഹസ്തയായി 8 തൃക്കൈകളോടുമായി സന്തതം വാണരോടുമംബികേ ദുർഗാദേവി നമോസ്തുതേ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാ. ശ്രീവന ദുർഗേ ശൈലവാസി
വാസിനി ശാശ്വതി ജഗദീശ്വരി വിശ്വമോഹിനി വിശ്വസുന്ദരി പാഹി മാം പരമേശ്വരി രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. ഭക്തിയോടു ഭജിച്ചിടാം ദേവി ഭക്തവത്സലെ നിത്യവും തൃക്കൺ പാർക്കണം ഞങ്ങളിൽ കൃപയേകണം ജഗദീശ്വരി രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. എത്ര ജന്മം കഴിഞ്ഞു ഞാനീഹ മർത്യനായി പിറന്നൂനിയിൽ എത്തണം തവ കാരുണ്യം ജന്മമുക്തിയേകുവാൻ അംബികേ. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. ദൂരിതങ്ങളും മാറ്റി സൗഖ്യമേകുവാൻ അംബികേ. ഭക്തിയോടു ഭജിച്ചിടും നമ്മെ കാത്തരുളേണം എപ്പോഴും. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവന ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. രാജരാജീവലോചനേ അമ്മേ പാദസേവനം ചെയ്തിടാം. മഹാദേവി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമ്മയെന്ന് വിളിച്ചിട്ടാണ് അല്ലേ ദേവിയെ. ആ പരമ്പരകളായിരിക്കുന്ന ഭഗവതിയെ അമ്മയായി കണ്ട് ആ ഭഗവതിയുടെ കൈകളിൽ നമ്മുടെ ദുഃഖം അർപ്പിച്ചാൽ നമ്മുടെ ജീവിതം ക്രിയായിട്ട് പോകുന്നത്. മനുഷ്യൻ വരാത്ത ജീവിതത്തെ പഠിക്കുക എന്ന് പറയുന്നത് അതിനൊക്കെ തരണം ചെയ്യുന്ന മാനസികമായിട്ടുള്ള കഴിവ് ചെയ്യും. അത് പ്രധാനമായിട്ടും ശുക്രഗ്രഹത്തെ വൃദ്ധിക്ക് വേണ്ടിയിട്ട് എവിടെ പോകുമ്പോഴും അത് ശരിയായിട്ടല്ല ഇനി തീർച്ചയായിട്ട് കുടുംബങ്ങളുടെ സ്വാരസ്യമില്ല. ഇനി അടുത്തത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളതാണ് ശനി. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ശനിയുണ്ട്, ഏകശനിയുണ്ട്, ജന്മശനിയുണ്ട്, അഷ്ടമശനിയുണ്ട് ഒക്കെയാണ് സാധാരണ മനുഷ്യർക്ക് സുഖങ്ങളായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ശനി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഒരു രാശിയിൽ 2.5 വർഷക്കാലം. അപ്പോൾ കഷ്ടകാലം വന്നവർ വിട്ടുപോകാൻ വളരെ പ്രയാസമാണ്. കുറേ അധികം ദുരിതങ്ങളും ക്ലേശങ്ങളൊക്കെ ഇല്ലാക്കിയിട്ട് മാത്രമേ അതുകൊണ്ടാണ് പഴയ ആൾക്കാർ കണ്ടത് ശരി കൊണ്ടേ പോകുക.
ആളെ കൊണ്ട് തോന്നുന്നില്ല കേട്ടോ. ആളെ കൊണ്ടുപോകാൻ ഈശ്വരൻ നിശ്ചയിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെതായ സുഖ സൗകര്യങ്ങളെയും ധനത്തെയും കുടുംബത്തെയും വരെ ഇല്ലാതാക്കിയിട്ട് പോകാൻ ശക്തിയുള്ളതാണ് ശനി. എന്നാൽ അനുകൂലമാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സർവ്വകാര്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുവാനായിട്ടുള്ള കഴിവ് ശരിക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ചില ആൾക്കാരുടെ ജാതകത്തിൽ ശനി ശുഭകരമായിട്ട് നിന്നാൽ ആ ശനിയുടെ ദശാകാലത്താണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് അറിയാതെയൊക്കെ ശനി ദോഷാദിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള സ്വജനങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ശനിയുടെ ദോഷാദിക്കുന്നത് മാറാൻ എല്ലാവരും ഇനി ശനീശ്വരായ നമഃ എന്നുള്ള നാം ഏറ്റുചൊല്ലണം കേട്ടോ. ഓം ശനീശ്വരായ നമഃ. ശനീശ്വരായ നമഃ. ശനീശ്വരായ നമഃ. നീലാഞ്ജനസമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം നമാമി ശനൈശ്വരം. ഓം ശനീശ്വരായ നമഃ. ഓം ശാന്തായ നമഃ. സർവാഭീഷ്ടപ്രദായിനേ നമഃ. ഓം ശരണ്യായ നമഃ. വരേണ്യായ നമഃ. സർവശക്തായ നമഃ. സൗമ്യായ നമഃ. സുരവന്ദ്യായ നമഃ. സുരലോകവിഹാരിണേ നമഃ. ഓം ശരണ്യായ നമഃ. സുഖാസനോപവിഷ്ടായ നമഃ. ഓം സുന്ദരായ നമഃ. ഓം ഘനായ നമഃ. ഓം ഘനസാരവിലേപനായ നമഃ. ഭക്ത്യൂതായ നമഃ. മന്ദായ നമഃ. മന്ദചേഷ്ടായ നമഃ. മഹനീയ ഗുണാത്മനേ നമഃ. മദ്യപാവനപ്രദായ നമഃ. മഹേശായ നമഃ. ഛായാപുത്രായ നമഃ. ശർവായ നമഃ. ശതതൂണീരധാരിണേ നമഃ. അചഞ്ചലായ നമഃ. നീലവർണായ നമഃ. നിത്യായ നമഃ. നീലാഞ്ജനനിഭായ നമഃ. വേദ്യായ നമഃ. വിധിരൂപായ
നമഃ. ഓം വിദ്യാസ്വരൂപിണേ നമഃ. ഓം ശനീശ്വരായ നമഃ. ഓം ശനീശ്വരായ നമഃ. ഓം ശനീശ്വരായ നമഃ. ദീർഘകാലം നിലനിൽക്കുന്ന ഈ ശനിയുടെ ഉപദ്രവദോഷാദിത്യങ്ങള് നമുക്കും നമ്മുടെ ഗ്രഹസ്ഥാനത്തുള്ളവർക്കും അനുഭവിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളില് ശനീശ്വരനായിട്ടൊരു പ്രാർത്ഥനയില്ല. നമുക്ക് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഇങ്ങനെ നവഗ്രഹശാന്തി നടക്കുമ്പോൾ എനിക്ക് കണ്ടത് ശരിയില്ല, ഞാൻ പോകണ്ട എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഗ്രഹത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു ശനിയുടെ ഉപദ്രവം, ശനിയോ കണ്ടൽ ശനിയോ ജന്മശനിയോ ശനി, അങ്ങനെ ഏതെങ്കിലും ഒരു ശനി ദോഷാദിയില്ലാത്ത ഒരു വീടുകളുണ്ടാകും. അപ്പൊ നമ്മള് ഒരു വാഹനത്തിൽ 100 പേര് സഞ്ചരിക്കാൻ നോക്കിയാൽ അതിൽ ഒരാൾക്കാർക്ക് കണ്ടൽ ശനിയില്ല. അയാളുടെ ശനി കൊണ്ട് എവിടെയൊക്കെ തട്ടിയായ എത്ര ശുഭകാരകനായിട്ടുള്ള എത്ര ഉന്നത പദവികളുള്ള ആളുണ്ടെങ്കിലും അയാളുടെ കൂടെ അയാൾക്ക് മാത്രം മാറാൻ പറ്റില്ല. വണ്ടി കിട്ടുമ്പോൾ അയാളുടെ ഭാഗമാകും. പക്ഷെ വലിയ അപകടങ്ങളില്ലാതൊക്കെ രക്ഷപ്പെട്ടു പോരാ. പക്ഷെ എന്നാലും ആ കൂട്ടത്തിലുള്ള ആളുടെ ദോഷം കൊണ്ട് നമ്മളുടെ യാത്രയ്ക്ക് ചിലപ്പോൾ തടസ്സമുണ്ടാവും. ആ ബസ് നോക്കിയിട്ട് വേറെ വണ്ടിയിൽ പോകേണ്ടി വരാം. അങ്ങനെ വരെ സംഭവിക്കും. അപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർക്കുണ്ടെങ്കിൽ പോലും അതിന്റെ ദോഷം നമുക്ക് സാധിക്കും. അതുപോലെ ആ ശരീരത്തിൻ്റെതായ ദോഷാദിത്യങ്ങൾ വരുന്ന സമയത്തൊക്കെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻസ്വാമിയെ പ്രാർത്ഥിക്കുക, സാധിക്കുന്ന അത്രയും നവഗ്രഹ പൂജയിൽ പങ്കെടുത്ത് നാമജപം കേട്ടോ. ഇനി നമുക്ക് രാഹുവാണ്. രാഹു എല്ലാവർക്കും അറിയാം, ഇല്ല സർപ്പങ്ങളാണ് രാഹു. ഇന്നലെ കന്നിമാസത്തിലായി. ഇപ്പൊ കന്നിമാസത്തിലായി സാധാരണ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ വന്നല്ലോ, നാഗങ്ങളുടെ ജന്മദിനാണ് ഇല്ലേ? കണ്ടിരുന്നു നാഗങ്ങളുടെ പിറന്നാളാണ്. അപ്പൊ നാഗങ്ങളുടെ മുമ്പ് രാഹു നാഗരൂപത്തിൽ അവതരിച്ച ദിവസമാണ് കന്നിമാസത്തിലായി. അപ്പൊ അതിന് വ്യക്തമായ എഴുതുന്നുണ്ടോന്ന് വെച്ചാൽ എഴുതപ്പെട്ട രീതികളൊന്നും കാണാനില്ല, പുസ്തകങ്ങളിലൊന്നുമില്ല. മറിച്ച് ഈ പഴയ ഒരു സമ്പ്രദായം ഉള്ളുവൻ പാട്ടിൽ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കന്നിമാസത്തിലെ ആയുധത്തിൽ നാഗവിള അവതരിച്ചു. അതിന്റെ പിന്തുടർച്ചയാകാം ഈ ചെയ്യുന്നത്. അപ്പൊ നാഗങ്ങള് എന്നുള്ളത് യഥാർത്ഥത്തിൽ രാഹുവാണ്. രാഹു നാഗരൂപത്തിൽ അവതരിച്ചതാണ് നാഗങ്ങളായി. അപ്പൊ സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള ഒരുപാടുകൾ ചെയ്യുന്നത് രാഹു ഈ രാഹുവിന്റെ ദോഷം എന്ന് പറയുന്നത് വലിയ കുറേ കാലം രാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനടുത്ത് രാഹു തന്നെയാണ് അതിന്റെ വാലിക്കുന്ന കേൾക്കും മാറും. അത് രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള രാഹു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ചർമ്മരങ്ങൾ മനസ്സിൽ ഒരുപാട് ടെൻഷനിൽ അവസ്ഥകൾ ഇതൊക്കെ പ്രധാനപ്പെട്ട. അപ്പൊ നമ്മൾ ഈ ചെയ്തിട്ട് ഇവിടെ സ്ഥാനത്തുള്ളവരുടെയും സന്താനങ്ങളുടെയൊക്കെ സർവ്വവിധാനികൾ രാഹുദോഷാദികളും വ്യക്തമാണ്. അതിന് പഴയ കാലത്തുള്ള ആചാരത്തിൽ മറ്റൊരു കാര്യത്തിൽ കുടുംബക്ഷേത്രവും തറവാട് വക ഒരു നാഗ സന്നിധിയിൽ ഒരു കുടുംബക്കാർക്ക് ഇന്ന സ്ഥലം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇന്നത്തെ സമയം നമുക്ക് ശാന്തി ഹോമത്തിനോടൊപ്പം മാസത്തിലുള്ള ദിവസമായിട്ട് കുടുംബനാഥരെ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും, കാരണം അത് നമ്മുടെ ജീവിതം ഒരിക്കലും അത് ആനന്ദപ്രദമായിട്ട് പോകും. നമ്മുടെ കരളിൽ വേഗം കൂടാതെ അരനിമിഷം പോലും കളയാൻ പാടില്ല. ആ അരനിമിഷം നമുക്ക് പോയാൽ ചിലപ്പോൾ അടുത്ത നിമിഷം ആരും ഉണ്ടാകും പറയാൻ പറ്റും. അത്തരം ഒരു ജീവിതമാണ് മനുഷ്യൻ. നമ്മൾ എത്രത്തോളമാണ് പോകുന്നത് അതുവരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇനി ഓം രാഹവേ നമഃ കേട്ടോ. ഓം രാഹവേ നമഃ. ഓം രാഹവേ നമഃ.
ചന്ദ്രാദിത്യവിവർദ്ധനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. രാഹവേ നമഃ. ഓം സൈഹികേയായ നമഃ. ഓം വിദുദുന്ദായ നമഃ. ഓം സുചരത്രവേ നമഃ. ഓം തമസേ നമഃ. ഓം മണിനേ നമഃ. ഓം ഗാഗ്യായനായ നമഃ. ഓം സുരാരയേ നമഃ. ഓം നീലജീമൂതസംകാശായ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം ഖഡ്ഗഖേടകധാരിണേ നമഃ. ഓം വരദായകഹസ്തായ നമഃ. ഓം ശൂലായുധായ നമഃ. ഓം കൃഷ്ണധ്വജപാദകമതേ നമഃ. ഓം ദക്ഷിണാശാമുഖരരായ നമഃ. ഓം ഗോമേദാഭരണപ്രിയായ നമഃ. ഓം മാഷപ്രിയായ നമഃ. ഓം കശ്യപഹർഷിനന്ദനായ നമഃ. ഓം ഭുജഗേശ്വരായ നമഃ. ഓം കാപാദയിത്രേ നമഃ. ഓം ശൂലിനേ നമഃ. ഓം നിധിപായ നമഃ. ഓം കൃഷ്ണസത്പരാജേ നമഃ. ഓം ശാസ്ത്രപ്രവദായ നമഃ. ഓം രവീന്ദുഭീകരായ നമഃ. ഓം ഛായാസ്വരൂപിണേ നമഃ. ഓം കഠിനാംഗായ നമഃ. ഓം കരാളസ്യായ നമഃ. രാഘവേ നമഃ. ഓം രാഘവേ നമഃ. ഓം രാഘവേ നമഃ. ഓം കേതവേ നമഃ എന്ന നാമം ജപിക്കണം കേട്ടോ. ഓം കേതവേ നമഃ. ഓം കേതവേ നമഃ. ഓം കേതവേ നമഃ. ആകാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണാത്മകം ഓരതം കേതും പ്രണമാമ്യഹം.
ഓം കേതവേ നമഃ. ഓം സ്ഥൂലശിരസേ നമഃ. ഓം ശിരോമാത്രായ നമഃ. ഓം ധ്വജാകൃതയേ നമഃ. ഓം നവഗ്രഹയുതായ നമഃ. ഓം സിദ്ധികാസുരീഗർഭസംഭവായ നമഃ. ഓം മഹാഭീതികരായ നമഃ. ഓം ചിത്രവർണ്ണായ നമഃ. ഓം പിംഗളാക്ഷായ നമഃ. ഓം ഫുല്ലധൂമസങ്കാശായ നമഃ. ഓം തീക്ഷ്ണദംഷ്ട്രായ നമഃ. ഓം മഹോദരായ നമഃ. ഓം രക്തനേത്രായ നമഃ. ഓം ഛിദ്രകാരിണേ നമഃ. ഓം തീവ്രകോപായ നമഃ. ഓം മഹാസുരായ നമഃ. ഓം ക്രൂരകണ്ഠായ നമഃ. ഓം ക്രോധനിധയേ നമഃ. ഓം ഛായാഗ്രഹവിശേഷകായ നമഃ. ഓം അന്ത്യഗ്രഹായ നമഃ. ഓം മഹാശീർഷായ നമഃ. ഓം സൂര്യാരയേ നമഃ. പുഷ്പഗ്രഹിണേ നമഃ. ഓം വരഹസ്തായ നമഃ. ഓം ഗദാപാണയേ നമഃ. ഓം ഘോരായ നമഃ. ശിഖിലേ നമഃ. ഓം ശുക്രമിത്രായ നമഃ. ഓം ദക്ഷിണാമുഖായ നമഃ. ഗദാധരായ നമഃ. ഓം ദക്ഷിണാമുഖായ നമഃ. ഓം കേതവേ നമഃ. ഓം കേതവേ നമഃ. ഓം കേതവേ നമഃ. നമ്മളിവിടെ 9 ഗ്രഹങ്ങളുടെയും പ്രാർത്ഥനകളും പൂജകളുമൊക്കെ സമാപിച്ചു. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അനുഗ്രഹവർഷം ചെയ്യുവാനായിട്ട് നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് നമ്മളുടെ കൈകൾ കൊണ്ട് ആ നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നവധാന്യങ്ങൾ അല്പം ആ ഹോമത്തിൽ നവഗ്രഹങ്ങളെ പൂജിച്ചിരിക്കുന്ന ആ പാത്രങ്ങളുമായിട്ട് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒന്ന് ഒരുമിച്ചിരിക്കും.
ശിവായ തസ്മൈ നകാരായ നമഃ 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 ശിവായ. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ നമുക്കും നമ്മുടെ കുടുംബജനാദികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശിവം ഭവതു മംഗളം. ആയുരാരോഗ്യ ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമഃ. ഓം ശിവഗോത്രോ ഉത്ഭവസ്യ മമ ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ അഭിവൃദ്ധി സിദ്ധ്യർത്ഥം സർവദുഃഖ സർവദുരിത സമസ്തദോഷ ശാന്തു ഭഗവാൻ ശ്രീ മഹാദേവി നവഗ്രഹങ്ങൾ അനുഗ്രഹ പ്രീത്യർത്ഥി സർവാഭീഷ്ട പ്രദായിൻ സീത ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ മഹാദേവി നമഃ. വലത് കൈയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ശിരസിൽ ഇങ്ങനെ പിടിച്ചു വരിക. ഓം മമ സമസ്ത ദുരിതക്ഷയാർത്ഥം ആചാര്യമുഖേന നവഗ്രഹ പൂജ അഹം കരിഷ്യേ. 5 പ്രാവശ്യം താഴോട്ട്. ഓം നമഃ ശിവായ. 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 ഓരോരുത്തരായിട്ട് വന്നിട്ട് കയ്യിലുള്ള ധനത്തിന് പാതി ആ ഹോമാഭിലേക്ക് പ്രദക്ഷിണായിട്ടുണ്ട്. ബാക്കി പകുതി നവഗ്രഹങ്ങളുടെ പൂജ ചെയ്ത സ്ഥലത്ത് സമർപ്പിക്കും. പകുതി എല്ലാ ഭാഗത്തേക്കും അപ്പൊ നമ്മളിവിടെ ആ കർമ്മം പൂർത്തീകരിച്ച് അവിടെ പൂജിച്ചതിന്റെ ഫലസിദ്ധി നമ്മളിലേക്ക് വരുന്നതിനായിട്ട് അവിടെ നിന്ന് ആചാര്യന്റെ പ്രസാദമായിരിക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു പൂവെടുത്ത് ആ നവഗ്രഹത്തിന്റെ അനുഗ്രഹം നമുക്ക് എന്തുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചത് ശിരസിലേക്ക് അതിൽ ഭസ്മം ഉണ്ടാകും. അത് നമ്മുടെ സ്വാമി ഹോട്ടലോ കാര്യങ്ങളൊക്കെ വ്യക്തിയുണ്ടെങ്കിൽ അവിടെ വയ്ക്കുക. എല്ലാ ദിവസവും കുടി കഴിഞ്ഞ് എല്ലാവർക്കും എടുക്കുക. അങ്ങനെ ഓരോ മാസം ആ പൂജ കഴിയുമ്പോൾ തന്നെ ഭസ്മം നമ്മുടെ ഗ്രഹസ്ഥാനത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ അനുഗ്രഹം നമ്മുടെ നിത്യമായ കാര്യങ്ങളിൽ വന്നു ചേരുന്ന ദുരിത നിവാരണത്തിന് ഏറ്റവും നല്ലത്. പുഷ്പവും ആ ഭസ്മം എന്ന് പറയുന്നത് ആ നവഗ്രഹങ്ങളുടെ അനുഗ്രഹമാണ്. അതെല്ലാം ഗ്രഹസ്ഥാനത്തിൽ സൂക്ഷിക്കണം കേട്ടോ. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പോകുമ്പോഴും ആ മനസ്സിൽ ഇന്ന് ഏതൊക്കെ ഗ്രഹങ്ങൾ മാറുന്നത് മറച്ചു നിൽക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. മറിച്ച് നവഗ്രഹങ്ങളെ പൂർണ്ണമായി മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത കർമ്മങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. നമ്മൾ പോകുന്ന കർമ്മങ്ങൾക്കൊക്കെ ശുഭകരമായിട്ടുള്ള അവസ്ഥയിലാക്കി ചെയ്യും.
കേട്ടോ. എപ്പോഴും നമുക്ക് അനിവാര്യമാകുന്ന സമയത്ത് അത് നമുക്ക് ആ നടക്കുന്ന നമുക്ക് പ്രദാനം ചെയ്യും. നമുക്ക് ഓരോ മാസവും നടക്കുന്ന സമയത്ത് പരമാവധി നമ്മളുടെ വീടുകളിൽ ഞായറാഴ്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.